ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് ചെയിൻ സ്റ്റിച്ചാണ്. ഇതിനെ നോട്ടഡ് ചെയിൻ സ്റ്റിച്ച് എന്നും പറയാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഒരു ലോക്ക് ഇട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു കുഞ്ഞു ലോക്ക് ഇട്ട് കൊടുക്കണം, അതായത് ഒരു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച്. ഇതിനെയാണ് നമ്മൾ ലോക്കെന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കിലോട്ട് പോയി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ലോക്ക് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി നീളമായിട്ട് തന്നെ വേറൊരു ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ ഒരു കുഞ്ഞു ലോക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അങ്ങനെ ബാക്കിലോട്ട് പോയി ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് വേറൊരു ലോക്ക് കൂടി ഇട്ട് കൊടുക്കണം. വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടിലൊരു കുഞ്ഞ് ലോക്ക് ഇട്ട് കൊടുക്കണം. വീണ്ടും ബാക്കിലോട്ട് പോയി ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് വേറൊരു ലോക്ക് കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഈ ചെയിൻ സ്റ്റിച്ച് കുറച്ച് നീളത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ഈ ബാക്ക് ചെയിൻ സ്റ്റിച്ച് നമുക്ക് കുർത്തിയിലേക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ യൂസാകും. ഇതിലങ്ങനെ ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ബീഡ്സ് ലോഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ സ്റ്റിച്ച് കുർത്തിയുടെ നെക്കിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് യൂസ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം കുറേ നെക്ക് ഡിസൈൻസൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ഈ സ്റ്റിച്ച് എല്ലാ ഡയറക്ഷനിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഞാൻ ഓരോ വീഡിയോസായിട്ട് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോസായിട്ട് എടുത്ത് നോക്കി പഠിക്കാവുന്നതാണ്. ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാൻ താല്പര്യമുള്ളവരും നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കി അത് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ബാക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യാവുന്നത് കാണാം. അപ്പോൾ നമുക്കിനി എൻ്റെ നോട്ടിടാം. ആദ്യം ഇങ്ങനെ ലോങ് ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തൊരു ലോക്ക് ഇട്ട് കൊടുക്കും അല്ലേ. എന്നിട്ട് വീണ്ടും ബാക്കിൽ ഒരു ലോക്ക് ഇട്ടതിന് ശേഷം അവിടെ വേണം നമ്മൾ ഇതുപോലെ നീട്ടി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ ഭാഗത്തിലായിട്ടാണ് ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ലോക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതായത് ഈ നോട്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലോക്കും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും.